നമസ്കാരം. ദ ലോ പോയിന്റ് അഥവാ നീതിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പതിപോലെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്. അഡ്വക്കേറ്റ് ബിനോയ് ശശി ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിലെ കൗൺസിലർ കൂടിയാണ്. അഡ്വക്കേറ്റ് വെൽക്കം ടു ദ ഷോ. ഷോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രേക്ഷകരോട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ വരുന്ന വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് ഗസൽ ചക്രവർത്തി മുമ്പായി നമ്മുടെ NTV സ്റ്റുഡിയോയിൽ എത്തുന്നതാണ്. പ്രേക്ഷകർക്കായി നേരിട്ട് അദ്ദേഹം ഗസൽ ആലപിക്കുന്നതാണ്. ഏറ്റവും വലിയൊരു അട്രാക്ഷൻ, മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി സ്കൈപ്പിലൂടെ നിങ്ങൾക്ക് അദ്ദേഹവുമായി സംവദിക്കാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടാം, അദ്ദേഹം പാടിത്തരുന്നതായിരിക്കും. കാത്തിരിക്കുക. ഈ വ്യാഴാഴ്ച രാത്രി 8 മണിക്കാണ് ഈ മെഗാ ഈവന്റ് NTV സ്റ്റുഡിയോയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. കാത്തിരിക്കുക. അഡ്വക്കേറ്റ്, ആദ്യമായി SMS ക്വസ്റ്റ്യൻ ആണ്. നാട്ടിലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു SMS ക്വസ്റ്റ്യനിലേക്കാണ് ആദ്യം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ടില്ല. ചോദ്യം ഇതാണ്: അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമെല്ലാം സ്വരൂപിച്ച് നാട്ടിൽ ഒരു തവണ വെക്കേഷന് പോയപ്പോൾ ഒരു ലോറി വാങ്ങിച്ചു. വൈഫിൻ്റെ ഒരു അകന്ന ബന്ധുവിനെ അത് ഓടിക്കാൻ ഏൽപ്പിക്കുകയും അദ്ദേഹം പറഞ്ഞത് അത് ഓടിക്കിട്ടുന്ന ഇതിൽ നിന്ന് ഞാൻ CC അടച്ചോളാം, ബാക്കിയുള്ള തുക ലാഭം ഭാര്യയെ ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് അത് ലോറി ഏൽപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം CCO അടക്കുന്നില്ല, ലാഭവിഹിതമോ CCO അടക്കുന്നില്ല. മാത്രമല്ല, ഏറ്റവും ദുഃഖകരമായൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് കൊണ്ട് അദ്ദേഹം വാങ്ങിച്ച ലോറി കമ്പനി ജപ്തി ചെയ്ത് കൊണ്ടുപോയി. എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പറ്റിച്ച ഭാര്യയുടെ ബന്ധുവിനെതിരെ നിയമ നടപടി എടുക്കാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതായത് ലോറി ഇദ്ദേഹത്തിന് കൊടുക്കുന്ന സമയത്ത് എല്ലാം വെർബൽ കോൺട്രാക്റ്റ് ആയിരുന്നു, ഒന്നും റിട്ടേൺ ആയിട്ട് ഒന്നുമില്ല. ഇദ്ദേഹം പൈസ ഏൽപ്പിച്ചതും ഭാര്യയെ ഈ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി വെച്ചതല്ലാതെ ശരിക്കും ഇയാൾ ഒന്നും റിട്ടേൺ ആയിട്ടൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ കോർട്ടിൽ പോകുമ്പോൾ നമുക്ക് തെളിവുകൾ അഭാവം കൊണ്ട് കേസ് വിട്ടുപോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമുക്ക് ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി നമ്മൾ ആ വ്യക്തിക്കെതിരെ പറയുമ്പോൾ നമ്മൾ ചീറ്റ് ചെയ്തെന്ന് പറയുമ്പം നമ്മൾ അത് കാണിക്കാൻ, അപ്പം CC എടുത്തേക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്, ലോൺ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. അപ്പം നിയമപരമായിട്ട് ഈ CC അടയ്ക്കാൻ ബാധ്യസ്ഥൻ ലോണിൻ്റെ ഓണറാണ്, ഡ്രൈവർ അല്ല. അങ്ങനെ ഡ്രൈവറാണ് അടയ്ക്കേണ്ടെങ്കിൽ ഡ്രൈവറിൽ നിന്ന് ഈ സമ്മതം എഴുതി വാങ്ങിക്കണമായിരുന്നു ഇദ്ദേഹം. കാരണം ഞാൻ അതിൻ്റെ CC അടച്ചോളാം. അങ്ങനെ വന്നാൽ നമുക്ക് ഡ്രൈവർക്കെതിരെ നമുക്ക് 420 ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 420 പ്രകാരം ഒരു ചീറ്റിംഗ് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. സെയിം ടൈം തന്നെ നമുക്ക് പൈസ റിക്കവർ ചെയ്യാനുള്ള സിവിൽ നടപടികൾക്ക് നമുക്ക് പോകാമായിരുന്നു. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ കോൺട്രാക്ട് ഇല്ലെങ്കിൽ പോലും അയാൾ ഹാൻഡ് റൈറ്റിങ്ങിൽ ഇത്ര കിട്ടി, ഇത്ര അടച്ചു, അല്ലെങ്കിൽ അങ്ങനെ കള്ളത്തരമാണ് എഴുതി വെച്ചെങ്കിലും നമുക്ക് പിന്നെ കോർട്ടിൽ പോയി ആ ബുക്ക് കൊണ്ടുപോയിട്ട് വൈഫിനെ സാക്ഷി നിർത്തിയിട്ട് നമ്മൾ ഇദ്ദേഹം ഈ ചെയ്താണെന്ന് തെളിയിക്കാൻ കൺവിൻസിങ് ചെയ്യാൻ പറ്റും. അപ്പം അറ്റ്ലീസ്റ്റ് അവിടെ ഒരു കേസിനുള്ള ഒരു നമുക്കൊരു എവിഡൻസ് നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്ത സ്ഥിതിക്ക് ഇദ്ദേഹത്തിൻ്റെ കേസ് ഈ ഡ്രൈവർക്കെതിരെ വളരെ ദുർബലമായ കേസായിരിക്കും കൊടുത്താൽ തന്നെ. കാരണം തെളിവില്ലല്ലോ, തെളിവിൻ്റെ അഭാവം. ഇപ്പം ഇങ്ങനെയുള്ള കേസുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് എല്ലാവരും ഈ സമ്പാദ്യം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്ററാണ്. കാരണം പോയി കഴിഞ്ഞാൽ പോയി പൈസയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു കോൺട്രാക്ട് ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ടെങ്കിൽ വാങ്ങിക്കണം. അല്ല, അദ്ദേഹം പ്രത്യേകം പറയുകയും ചെയ്തു, അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പാദ്യം ഉപയോഗിച്ചാണ് അദ്ദേഹം വാങ്ങിച്ചത് പറയുകയും. അതെ, എഴുതി അത് പേപ്പർ ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് നടപടി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഡ്രൈവർ വണ്ടി ഓടി അയാൾ പറയും ഇയാളെ CC അടച്ചിട്ടില്ല, ഞാൻ പൈസ കൊണ്ട് കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ആ ഇഷ്യൂ അതല്ലല്ലോ. വണ്ടി CC അടച്ചിട്ടില്ല എന്നുള്ളത് ഉത്തരവാദിത്വം ഓണർക്കല്ലേ, ഡ്രൈവർക്കല്ല. അപ്പോൾ ഇതിനകത്ത് പിന്നെ നമുക്കിപ്പോൾ കമ്മ്യൂണിറ്റി പോലീസുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്കിപ്പം അദാലത്തൊക്കെയുള്ളതുകൊണ്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താൽ അവർ വിളിക്കുമ്പോൾ സത്യം ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത്. ഇപ്പോൾ 2 സാക്ഷി വെച്ചിട്ട് സത്യം പറയിക്കാൻ അവിടെ വന്നിട്ട് അയാളും അത് സമ്മതിക്കുകയാണെങ്കിൽ അദാലത്തിൽ വെച്ച് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാന്നേ ഉള്ളൂ. കോർട്ടിൽ പോയി അങ്ങനെ തെളിവില്ലാത്ത ഫയലിങ്ങിന് പോയതിന് പകരം പോലീസിലെ ഒരു കംപ്ലയിൻറ്റ് ചെയ്ത് വിളിപ്പിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ അപ്പോൾ സാക്ഷി കിട്ടുമല്ലോ. ഇപ്പോൾ ഇദ്ദേഹത്തിന് വണ്ടി ഓടിയിട്ട് വന്നു. അപ്പോൾ ഈ വൈഫ് എവിടെയും ചോദിക്കും, വൈഫും കൊണ്ട് വന്നിട്ട് മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോലീസിന് ഇയാളെ ഒരു കേസ് എടുക്കും എന്ന് പറഞ്ഞിട്ട് അദാലത്തിൽ വെച്ച് സെറ്റിൽമെൻറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇതിനകത്ത്. ഓപ്ഷൻ ഉണ്ട്.
എന്തായാലും സുനിൽ അദ്ദേഹത്തിൻ്റെ പേര് അതെ ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രേക്ഷകർക്കും ഇതുപോലെ SMS ചോദ്യങ്ങൾ ചോദിക്കാനായി 3537 എന്ന SMS നമ്പറിലേക്ക് SMS അയക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത് NTV സ്പേസ് ഇട്ടതിന് ശേഷം നിങ്ങളുടെ ചോദ്യം അയക്കണം, ഇല്ലെങ്കിൽ SMS ഇവിടെ എത്തില്ല. 3537 അതായത് 3537ലേക്ക് അയക്കുമ്പോൾ NTV സ്പേസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആ ഫോർമാറ്റിൽ ചോദ്യം അയച്ചാൽ മാത്രമേ SMS സ്ക്രീനിൽ SMS എത്തുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് സുനിൽ എന്ന് പറയുന്ന പ്രേക്ഷകന്റെ ചോദ്യമാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു നാട്ടിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. അദ്ദേഹം കാർ CC അടവിൽ കാർ എടുത്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 1-2 അടവ് മിസ്സായി, ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കമ്പനി ചെക്ക് ചെന്നൈ കോടതിയിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിരന്തരം ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: ഇങ്ങനെ നാട്ടിൽ നിന്ന് എടുത്ത CC അടവിനും ബ്ലാങ്ക് ചെക്കും ഗ്യാരണ്ടി ചെക്കും ചെന്നൈ കോടതിയിൽ പോയി സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അതായത് ഈ ലോൺ എടുത്തതും അല്ലെങ്കിൽ ഫൈനാൻസ് കൊടുത്തതും കമ്പനി ചെന്നൈയിലായിരിക്കും ഈ ചെന്നൈ ഡോക്യുമെന്റേഷൻ വരാനുള്ള കാരണം. അപ്പോൾ ഇവിടെ ഡോക്യുമെന്റേഷൻ വന്നാലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സുപ്രീം കോടതി നിയമം അനുസരിച്ചിട്ട് ചെക്ക് ഇഷ്യൂ ചെയ്ത ആൾ താമസിക്കുന്ന ഏരിയയിൽ തന്നെ കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പുതിയ നിയമമോ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നതാണ്. ഇപ്പം ചെയ്തവരുടെ ഫയൽസ് എല്ലാം ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് എവിടെയാണോ, ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ വാങ്ങിച്ച പാർട്ടിക്ക് ചെക്ക് മേടിച്ച പാർട്ടിക്ക് അവരുടെ ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് അത് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ചിട്ട് ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ കേസ് ചെന്നൈ നിൽക്കത്തില്ല. അത് അവിടെ ചെന്നൈയിൽ അവരെടുക്കത്തില്ല. കാരണം ഈ കേസ് അവരെപ്പം തന്നെ നോക്കും, ഈ ചെക്ക് ആളെവിടെയാണെന്ന് അവിടെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അവിടെ ഫയൽ ചെയ്താലും അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷനിലേക്ക് ഫയൽ ചെയ്യാൻ കൂടും. ചെന്നൈയിൽ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല, നിയമപരമായിട്ട് നിൽക്കത്തില്ല. കാരണം ഇപ്പോൾ സുപ്രീം കോടതിൻ്റെ ഡിസിഷൻ വന്നിട്ടുണ്ട്. ഇന്ത്യയിലും ടോട്ടൽ എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് എൻ്റെ സിറ്റുവേഷൻ. ഇഷ്യൂ ചെയ്ത വ്യക്തി എവിടെയാണുള്ളത് അവിടെ ആ ഇഷ്യൂ ചെയ്ത വ്യക്തി ആ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അവിടെയാണ്. ഏത് ബാങ്കിൽ ഇപ്പം ട്രോണ്ടത്തുള്ള ഒരാൾ ട്രോണ്ടത്തുള്ള ബാങ്കിൽ നിന്ന് ചെക്ക് എടുത്തിട്ട് ചെന്നൈക്കുള്ള പാർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഈ കൊടുത്ത വാങ്ങിച്ച പാർട്ടി ചെന്നൈയിലാണെങ്കിൽ ചെന്നൈ ബാങ്കിൽ കൊണ്ട് അയാൾ ഇട്ട് കഴിഞ്ഞാൽ പണ്ട് ചെന്നൈയിൽ ഫയൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം ഈ ചെക്ക് ആരാണോ ഇഷ്യൂ ചെയ്ത് അയാൾ താമസിക്കുന്ന സ്ഥലം ട്രോണ്ടോ, ബാങ്ക് ട്രോണ്ടോ ആയതുകൊണ്ട് ട്രോണ്ടോ ജൂറിസ്ഡിക്ഷനിൽ ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ എല്ലാ സ്ഥലത്തും എവിടെ ആണെങ്കിലും എവിടെയാണോ ചെക്ക് ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക് ഈ ഇഷ്യൂ ചെയ്ത ആൾ താമസിക്കുന്ന സ്ഥലത്താണ് ജൂറിസ്ഡിക്ഷൻ കിട്ടുന്നത്. അത് ബാങ്കിന് ബ്രാഞ്ചസ് ഉണ്ട് എന്നുള്ളതൊരു മാനദണ്ഡമില്ല. വാങ്ങിച്ച ആളുടെ ബ്രാഞ്ചസ് ഉണ്ടോ അല്ലെങ്കിൽ താമസിക്കുന്നുണ്ടോ എന്നുള്ള മാനദണ്ഡമില്ല. ഇപ്പം അവസാനത്തെ ലേറ്റസ്റ്റ് സുപ്രീം കോടതി നിയമമാണ്. അപ്പോൾ അത് എല്ലാത്തിനും ഇത് പഴയ എന്നെ എഫക്റ്റ് ചെയ്യും, എഫക്റ്റീവ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ മാറ്റിക്കൊണ്ടിരിക്കുക. സുനിൽ ഉത്തരം ലഭിച്ചതിന് വളരെ നന്ദി. ഒരു പുതിയ ഇൻഫർമേഷനും കൂടിയാണ്. എന്തായാലും പ്രേക്ഷകർക്ക് വിളിച്ചു തുടങ്ങാം 052961133 എന്ന നമ്പറിലേക്ക്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ 3537 എന്ന SMS നമ്പറിലേക്ക് SMS അയക്കാം. SMS അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം NTV സ്പേസ് പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് ആണ് അയക്കേണ്ടത്. എന്തായാലും കൂടുതൽ SMS ചോദ്യങ്ങളിലേക്കും കോളിലേക്കും പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേള ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ദ ലോ പോയിന്റ് അഥവാ നീതി വീണ്ടും തുടരും. വീണ്ടും പാടാം സഖി. മധുരിക്കും നുണയല്ല, കവിതയല്ല, കളിയല്ല, കളവല്ല ഞാൻ പറഞ്ഞു, കളവല്ല ഞാൻ പറഞ്ഞു. മധുരിക്കും നുണയല്ല, മധുരിക്കും നുണയല്ല, കവിതയല്ല, കളിയല്ല, UAE Exchange വീണ്ടും പാടാം സഖി. Brought to you by UAE Exchange, world's trusted money transfer. നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുത്താനും നിങ്ങളുടെ ഓരോ ദിവസവും ശുഭകരമാക്കാനും അനുയോജ്യ രത്നങ്ങൾ, നിറം, സംഖ്യ എന്നിവ അറിയാനും ജ്യോതിഷ രത്നശാസ്ത്ര വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നു. നിങ്ങളുടെ ഇന്ന് രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ ടിവിയിൽ കോഹനൂർ ജംസ് നിങ്ങളുടെ ഇന്ന് brought to you by കോഹനൂർ ജംസ്, വേൾഡ് ഓഫ് നാച്ചുറൽ ജംസ്, ബർദുബായ് 0435844844, മൊബൈൽ 05091093660. Hey, what you want to have today? Spanish? Spanish omelette?
Chinese? Chefline non-stick cookware for the world's best chef. You. വീണ്ടും പാടാം സഖി. മധുരിക്കും നുണയല്ല, കവിതയല്ല കളിയല്ല, കളവല്ല ഞാൻ പറഞ്ഞു, കളവല്ല ഞാൻ പറഞ്ഞു. മധുരിക്കും നുണയല്ല, മധുരിക്കും നുണയല്ല, കവിതയല്ല കളിയല്ല, കള UAE Exchange, വീണ്ടും പാടാം സഖി. കള Brought to you by UAE Exchange, world's trusted money transfer. ലോ പോയിന്റ് നീതിയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകിക്കൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്. കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശി ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിന്റെ ലീഗൽ കൗൺസിലർ കൂടിയാണ്. ഒരു പ്രേക്ഷകൻ നമ്മുടെ ഉണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് സിന്ധു ദേവി. ഓക്കെ, അഡ്വക്കേറ്റിനോട് ചോദിച്ചോളൂ. ഞാനിപ്പോ ഒരു ഇലക്ട്രോമെക്കാനിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യാണ്. ഓക്കെ. അവിടെ എനിക്കിപ്പോ ഏകദേശം 9 മാസം സാലറി ഡിലേ ആയിട്ടുണ്ട്. ഓ. അപ്പൊ ഞങ്ങള് ശരിക്കും അവിടുന്ന് കുറെ പേര് 2 വർഷം കൊണ്ടേ പോകുന്നതെല്ലാം മിനിസ്ട്രിയിലൊക്കെ കേസ് കൊടുത്ത് 1 വർഷത്തോളൊക്കെ വെയിറ്റ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ ഇപ്പൊ റിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ മാസം അവസാനം വരെ ഉണ്ട്. അത് ഇത്രയും പെട്ടെന്ന് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇതിനകത്ത് റിസർവേഷൻ എന്ന കാര്യമില്ല. ഈ 2 മാസം സാലറി കൂടുതൽ പെൻഡിങ് ഉണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് ലേബർ മിനിസ്റ്റർ ലേബറിൽ പോയി കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. അല്ല, അന്നൊരു പ്രശ്നം വെച്ചാല് ലേബർ കാർഡ് ഒന്നും റിന്യൂ ചെയ്തില്ലായിരുന്നു. ഇല്ല, അത് പറയാം, അത് കമ്പനിക്ക് ഫൈൻ വരത്തുള്ളൂ. പക്ഷെ എന്നാൽ നമ്മൾ ഇതിന് 1 വർഷമൊക്കെ നിൽക്കണമെന്ന് പ്രയാസമുള്ള കാര്യമല്ലേ? ആര് തന്നു? കാരണം നമ്മളിപ്പോ ഇവിടുന്ന് പോയിട്ടുള്ളവരെല്ലാം മിനിസ്ട്രി ഇപ്പൊ കേസ് കൊടുത്തതിന് ശേഷം 1 വർഷം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫുൾ എമൗണ്ട് വേണ്ടി. അത് സാലറി മാത്രമല്ല. അല്ല, അത് നിങ്ങൾക്ക് അതിന്റെ പ്രൊസീഡിങ്സ് അറിഞ്ഞുകൊണ്ടാണ്. മിനിസ്ട്രി ഓഫ് ലേബറിൽ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ലേബറിൽ അത് മാക്സിമം 14 ഡേയ്സ് അവരവിടെ വച്ചേക്കാനുള്ള പ്രൊവിഷൻ ഉള്ളൂ. ഈ 14 ഡേയ്സിന് സെറ്റിൽ ആയില്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം. മിനിസ്ട്രി ഓഫ് ലേബറിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം ട്രാൻസ്ഫർ ദ മാറ്റർ ടു ദ കോർട്ട്. നമ്മളത് പറഞ്ഞാൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ, അവിടെ തന്നെ വെച്ചേക്ക് വരും. അല്ല, അതല്ല ഇവരെന്താ സംഭവം. ഞാൻ അക്കൗണ്ടന്റ് ആണ്, എനിക്കറിയാം. കാരണം ഈ ഓരോ മീറ്റിംഗ് വിളിക്കുമ്പോഴും നമ്മൾ പോവില്ല, അതായത് കമ്പനി പോവില്ല. അതാണ് പറഞ്ഞത്, കമ്പനി പോയില്ലെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യണം. ആ സമയത്ത് ലേബറിൽ മിനിസ്ട്രി ഓഫ് ലേബർ റിക്വസ്റ്റ് ചെയ്യണം, പ്ലീസ് ട്രാൻസ്ഫർ ദ മാറ്റർ ടു കോർട്ട്. അങ്ങനെ നിങ്ങൾ 2 പ്രാവശ്യം പറയുമ്പോൾ അത് 3 പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്യും. നിങ്ങൾക്ക് കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വേറെ കമ്പനിയിലേക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നുകിൽ ലോയർ വയ്ക്കുകയോ നിങ്ങൾ നേരിട്ട് ഹാജരാവുകയും ചെയ്യാം. കേട്ടോ? ഓക്കെ, ലഭിച്ചെന്നായിരുന്നു. വിളിച്ചതിനാണ് താങ്ക് യു. ഓക്കെ, സജിത എന്ന് പറയുന്ന പ്രേക്ഷകരുടെ മറ്റൊരു SMS ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഐ എം 5.5 months pregnant and have been made redundant without a month's notice or salary. I cannot join a new firm at this point until another 6 months. Are there any labor laws regarding this? സജിത എന്ന് പറയുന്ന പ്രേക്ഷകരുടെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രേക്ഷകൻ നമ്മുടെ ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ഉമേഷ് എന്നാണ്. ഓക്കെ, ഉമേഷ് ചോദിച്ചോളൂ, അഡ്വക്കേറ്റിനോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത്, എന്റെ വൈഫ് ഇവിടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ പുള്ളിക്കാരി അൺലിമിറ്റഡ് സ്കൂൾ കുട്ടിയാണ്. അപ്പോ പുള്ളിക്കാരി പ്രഗ്നന്റ് ആണ്. അപ്പൊ ഇപ്പൊ 7 months ആയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് നാട്ടിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഡെലിവറി ഒക്കെ നാട്ടിലാണ് നമ്മൾ ചികിത്സ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ റിട്ടേൺ ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. ലിമിറ്റഡ് കോൺട്രാക്ട്. ലിമിറ്റഡ് കോൺട്രാക്ട് അൺലിമിറ്റഡ് കോൺട്രാക്ടോ? ലിമിറ്റഡ് കോൺട്രാക്ട് ആണ്. ഓക്കെ. അതെ അതെ. പുള്ളിക്കാരി അവിടെ വർക്ക് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവൈസർ. പിന്നെ പുള്ളിക്കാരുടെ ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രിയാണ്. അപ്പൊ നമ്മളിപ്പോ ഇത് അവരുടെ ക്യാൻസലേറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർ നമുക്ക് റിപ്ലൈ തന്നിട്ടില്ല. ലിമിറ്റഡ് കോൺട്രാക്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് താങ്കൾ 45 days സാലറി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. 4 days സാലറി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും ലിമിറ്റഡ് കോൺട്രാക്ട് ആയതുകൊണ്ട്. 45 days സാലറി, 45 days സാലറി നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും.
ഓക്കെ 45 ഡേയ്സ് ആ പിന്നെ ഒരു 1 ഇയർ ബാൻ ഉണ്ടാവും, 6 മാസം. പിന്നെ കമ്പനി ആവശ്യപ്പെട്ടാൽ പിന്നെ 6 മാസം, അങ്ങനെ 1 ഇയർ ബാൻ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. അതിപ്പോ സ്കൂൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആവശ്യപ്പെട്ടാൽ 1 ഇയർ, ഇല്ലെങ്കിൽ 6 മാസം, 1 year. ഇല്ലെങ്കിൽ 6 മാസം. അപ്പൊ ഈ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്? അത് ലേബറിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ലേബറിൽ വരുമ്പം ലേബർ പറയുമ്പോൾ ലേബറിൽ കൊടുത്താൽ മതി. നമ്മളിപ്പോ കംപ്ലൈന്റ് ഒന്നും ചെയ്തില്ല. ഇല്ലെങ്കിൽ ഇവർ ആവശ്യപ്പെട്ടാൽ ഇവർ അത് നമുക്ക് സാറിൽ എന്തെങ്കിലും 1 മാസം സാറിൽ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് തരുമോ ഇവർ ഈ പൈസ? ഓക്കെ 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 കേട്ടോ. ഓക്കെ, ഉത്തരം ലഭിച്ചെന്ന് വരുന്നു. വിളിച്ചതിന് നന്ദി. താങ്ക് യു. ഓക്കെ താങ്ക് യു. ഓക്കെ, അപ്പോൾ സജിത എന്ന് പറയുന്ന പ്രേക്ഷകരുടെ ചോദ്യത്തിനുള്ള മറുപടി. ചോദ്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. I am 5.5 months pregnant and have been made redundant without a month's notice or salary. I cannot join a new firm at this point until another 6 months. Are there any labor laws regarding this? എന്നാണ് സജിതയുടെ ചോദ്യമാണ്. ഒരു പ്രഗ്നൻ്റ് ആയ കാരണം കൊണ്ട് ഒരു കമ്പനി പിരിച്ചു വിട്ടാൽ അത് ആർബിട്രറി ഡിസ്മിസലാണത്. ഇത് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ആർബിട്രറി ഡിസ്മിസലിൻ്റെ കോമ്പൻസേഷൻ്റെ സാലറി കൊണ്ട് കിട്ടും. ഓക്കെ, പിന്നെ ഒരിക്കലും പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറയുന്ന പ്രൊവിഷൻ എടുത്ത് ലേബർ ലോയിലില്ല. കമ്പനി പിരിച്ചുവിടാം, പക്ഷേ പിരിച്ചുവിട്ടാൽ എംപ്ലോയിക്ക് അതിന് സാലറി കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ഇത്ര വേറൊരു റീസൺ. കാരണം ഇതിപ്പം പ്രഗ്നൻ്റ് ആയതിൻ്റെ പേരിൽ പിരിച്ചുകൊണ്ട്. അപ്പോൾ എന്തായാലും കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് കോമ്പൻസേഷൻ കിട്ടും. ആർബിട്രറി ഡിസ്മിസലിൻ്റെ കോമ്പൻസേഷൻ കിട്ടും. ഓക്കെ, സജിത ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യം സാബു എന്ന് പറയുന്ന പ്രേക്ഷകന്റെ ചോദ്യമാണ്. I have worked for a company for more than 2 years. Presently, I have been terminated by the company for poor job performance. The said company paid my end of service benefit as per the law, and I filed a complaint with the Ministry of Labour to claim compensation. However, the company is not ready to pay compensation. Thus, the complaint was referred to the court. When I appeared before the magistrate in the first hearing, the letter proposed for us to reconcile. My requests were following: 3 months arbitrary dismissal allowance, ticket allowance, leave allowance. In the said hearing, the magistrate told me that the compensation for the arbitrary dismissal with regard to my service period is 1 month only, and that I do not deserve a ticket. I did not understand why I do not deserve a return ticket. The case was adjourned for me to think about the conciliation or otherwise to refer the case to the competent judge. My question here is whether the conciliation in this manner is in my interest or if I should refer the case to the competent judge. Please advise me in this regard. എന്നാണ് സാബു എന്ന് പറയുന്ന പ്രേക്ഷകന്റെ ചോദ്യമാണിത്. 2 വർഷമല്ലേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേർന്നു. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ. ഓക്കെ, ഉത്തരത്തിൽ ഇദ്ദേഹം 2 വർഷമാണ് വർക്ക് ചെയ്തത്. അതെ, ഈ 2 വർഷം വർക്ക് ചെയ്ത സാർക്ക് ആർബിട്രറി ഡിസ്മിസൽ എന്ന് പറഞ്ഞാൽ കോടതി നിശ്ചയിക്കുമ്പോൾ മാക്സിമം ആ ഒരു കോടതി ഇത് പറഞ്ഞതുപോലെ ഇത് കോൺസുലേഷൻ ഓഫീസർ പറഞ്ഞതുപോലെ 1 മന്തേ കിട്ടത്തുള്ളൂ. കാരണം കോടതിയാണ് തീരുമാനിക്കുന്നത് എത്ര മാസത്തെ കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അത് തന്നെ മാക്സിമം 3 മാസം കിട്ടത്തുള്ളൂ. ഈ 2 മാസം ഒരു 3 മാസം എന്നുള്ളത് ഈ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹൗ മെനി ഇയേഴ്സ് ഹി വർക്ക് ദ കമ്പനി. അപ്പോൾ 2 ഇയർ ഒക്കെ പറഞ്ഞാൽ 1 മന്ത്സേ കിട്ടത്തുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു പിന്നെ ടിക്കറ്റ് അലവൻസ് ഇപ്പോൾ വേറെ കമ്പനി ജോയിൻ ചെയ്യണമെങ്കിൽ ടിക്കറ്റ് അലവൻസും കിട്ടത്തില്ല. അപ്പോൾ അത് കിട്ടത്തില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ളത് ചോദിച്ചത് പിന്നെ ലീവ് സാലറിയാണ്. ഈ ലീവ് സാലറി എന്ന് പറയുന്നത് ആ വർഷം ലാസ്റ്റ് വർഷം ലീവിന് പോയിട്ടില്ലെങ്കിൽ ആ 1 മാസത്തെ കിട്ടും. അപ്പോൾ ഇദ്ദേഹം ഇത് കൊട്ടിപ്പോത്ത കോൺസുലേഷൻ ഓഫീസിനകത്ത് പോയി ആ പറഞ്ഞ പോലെ സെറ്റിൽമെൻറ്റ് ചെയ്ത് ആ തരുന്ന ലീവ് സാലറിയും 1 മാസം കോമ്പൻസേഷൻ മേടിക്കുന്നതാണ് നല്ലത്. ഓക്കെ, മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ. ഓക്കെ, ആ കോൾ ഡ്രോപ്പ് ആയി. ഓക്കെ, സെറ്റിൽമെന്റ് ഇതിനെക്കുറിച്ച് പറയുമായിരുന്നു അല്ലേ, ലീവ് അലവൻസ്. ഓക്കെ, ഇനി മറ്റൊരു പ്രേക്ഷകന്റെ ചോദ്യത്തിലേക്കാണ്. അബ്രഹാം എന്ന് പറയുന്ന പ്രേക്ഷകന്റെ ചോദ്യമാണ്. ഐ എം വർക്കിംഗ് വിത്ത് എ കമ്പനി ആൻഡ് ഐ ഹാവ് എ ക്രെഡിറ്റ് കാർഡ് ആൻഡ് പേഴ്സണൽ ലോൺ ഫ്രം ദ ബാങ്ക്. I was terminated. In my credit card, I am paying the credit shield
and the personal loan. When I took the loan, the bank deducted an amount for insurance. Now I don't have a job and I don't have money to pay this card and loan. Please advise me, is it possible to use the insurance company for the remaining payment? ഇൻഷുറൻസ് ഷീൽഡ് യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എബ്രഹാം എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെ ചോദ്യം. ഇത് ഇൻഷുറൻസിൻ്റെ ഷീൽഡ് നമ്മളൊരു പ്രീമിയം കട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജോബ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് ഇൻഷുറൻസ് കമ്പനിക്കകത്ത് നിർബന്ധിക്കണമെങ്കിൽ ആ ഇൻഷുറൻസ് പോളിസിക്കകത്ത് ഈ കണ്ടീഷൻ ഉണ്ടാവണം. ഓക്കെ, നമുക്ക് ജോബ് ഇപ്പം എന്തെങ്കിലും പ്രശ്നം പോവുകയും ലോസ്റ്റ് ആവുകയും പിന്നെ അടുത്തൊരു 6 മാസത്തേക്ക് എനിക്ക് വേറെ ജോലി കിട്ടിയില്ലെങ്കിൽ ഈ ലോസ്റ്റായ അന്ന് മുതൽ എനിക്ക് പിന്നെ ജോബ് കിട്ടുന്ന വരെയുള്ള എടുക്കലോ അല്ലെങ്കിൽ അങ്ങ് ബാക്കിയുള്ളതോ ഞങ്ങൾ ഇൻഷുറൻസ് കമ്പനി അടച്ചോളാം എന്നുള്ള റീഡീം ചെയ്യാന്നുള്ളത് കണ്ടീഷൻ സാധാരണ ഇൻഷുറൻസ് പോളിസിയിലുണ്ടാവും. അത് എല്ലാ പോളിസിലും കാണണമെന്നില്ല. അതിന് ക്രെഡിറ്റ് ഷീൽഡ് എന്ന് പറയുന്ന സാധനം ജനറലായിട്ട് ഇൻഷുറൻസ് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആക്സിഡൻ്റ് ആകുമ്പോഴോ നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അപകടം പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള കവറിങ് ആണ് ഈ ജനറൽ ഇൻഷുറൻസ്. അതിൻ്റെ ആക്ച്വലി നമ്മൾ അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഈ ഇൻഷുറൻസ് ഷീൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പോകും. അത് ഈ ജോബ് ലോസ്റ്റായ മാറ്ററിൽ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോസ് നിങ്ങൾ ഉണ്ടായില്ലെന്ന് ആദ്യം ഈ ജോയിൻ ചെയ്യുമ്പോഴേ ആ ഇൻഷുറൻസ് പോളിസിയുടെ മാറ്റർ മേടിച്ച് കൺഫേം ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ അകത്ത് ഒപ്പിട്ട് കൊടുക്കാവൂ ഇൻഷുറൻസിൻ്റെ കട്ട് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ഇൻഷുറൻസിൽ നിന്ന് നമ്മൾ പൈസ വെക്കൊണ്ടിരിക്കുകയും ചെയ്യും. അവർ ഈ സമയം അവർ പറയും ഈ ക്ലാസ് ഇല്ലെന്ന് പറയും. അപ്പോൾ ഈ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ജോബ് കവർ ചെയ്യണമെന്നില്ല, പക്ഷേ ആ ക്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ കവർ ചെയ്യുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇതേപോലെയുള്ള 2-3 ചോദ്യങ്ങൾ സിമിലർ ആയിട്ടുള്ളത് കണ്ടു ഇത്തരത്തിൽ. ഈ ഇൻഷുറൻസ് ഷീൽഡ് യൂസ് ചെയ്യാൻ അത് മിക്കവാറും ഈ ഇൻഷുറൻസ് ഈ ക്രെഡിറ്റ് കാർഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് അവരൊന്ന് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടി പറയുന്ന വാഗ്ദാനങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഷീൽഡ്. അപ്പോൾ നമ്മൾ ഈ വെർബൽ എല്ലാം പറയും ഫോണിൽ കൂടെ. അപ്പോൾ നമ്മൾ എഗ്രി ചെയ്യും. അപ്പോൾ പറയുമ്പോൾ നമ്മൾ എഗ്രി ചെയ്ത് പോകും. ആ രീതിക്കും പറയണത്. അപ്പോൾ നമ്മൾ ജോലി പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അടയ്ക്കാതൊക്കെ കവർ ചെയ്യുന്നത് നമ്മൾ ശരിയാണ്. എല്ലാവർക്കും ഒരു പേടിയുണ്ടല്ലോ. ആക്ച്വലി ഇതിൻ്റെ ഇൻഷുറൻസ് കവർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കൺസെൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഒപ്പ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിൽ സംസാരിക്കുന്നത്. ഒപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കറിയാം മന്ത്ലി അക്കൗണ്ടിൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പോളിസി കാണത്തില്ല നമ്മളതിൽ. ഒരു പ്രേക്ഷകൻ ചേരുന്നു. ഹലോ നമസ്കാരം. ഹലോ ഹലോ നമസ്കാരം. ഹലോ. ഓക്കെ, ടി വിയുടെ വോളിയം പൂർണ്ണമായും കുറച്ച് വെച്ചില്ല എങ്കിൽ കോള് കണക്റ്റ് ആവില്ല. എന്തായാലും അഡ്വക്കേറ്റ് വളരെ നന്ദി. നിരവധി ചോദ്യങ്ങൾ ബാക്കിയുണ്ട്, പൂർണ്ണമായും ചോദിക്കാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. ടി വിയുടെ വോളിയം പൂർണ്ണമായും കുറച്ച് വെച്ചാൽ മാത്രമേ കോള് എസ്റ്റാബ്ലിഷ് ആവുള്ളൂ. നിരവധി കോളുകൾ വരുന്നത് കണക്റ്റ് ആവാത്തത് അതുകൊണ്ടാണ്. എന്തായാലും വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി, SMS അയച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ബാക്കിയുള്ള SMSകൾ അടുത്ത ആഴ്ച ആദ്യം തന്നെ അഡ്വക്കേറ്റ് ഉത്തരം നൽകുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വരുന്ന വ്യാഴാഴ്ച ഡിസംബർ 18-ാം തീയതി രാത്രി 8 മണിക്ക് ഗസൽ ചക്രവർത്തി മുമ്പായി നമ്മുടെ NTV സ്റ്റുഡിയോയിൽ വന്ന് ലൈവ് ഗസൽ ആലപിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി പ്രേക്ഷകർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഗസൽ ചക്രവർത്തിയോട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗസലുകൾ ആവശ്യപ്പെടാം. അദ്ദേഹം പാടിത്തരുന്നതായിരിക്കും. താഴെ കാണുന്ന നമ്പറിലേക്കും NTVയുടെ സ്കൈപ്പ് ID-യിലൂടെയും നിങ്ങൾക്ക് സോങ്സ് ആവശ്യപ്പെടാനുള്ള വലിയൊരു അവസരമാണ്. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ലൈവ് ഇൻ്ററാക്റ്റീവ് ഇവൻറ്റ് നടക്കാൻ പോകുന്നത്. ഡിസംബർ 18-ാം തീയതി രാത്രി 8 മണിക്ക്. അടുത്ത പരിപാടിയിലേക്ക് കടക്കേണ്ട സമയമായതുകൊണ്ട് തന്നെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മുതൽ 8:30 വരെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശി ഉണ്ടാവും. അടുത്ത പരിപാടിയിലേക്ക് കടക്കേണ്ട സമയമായതുകൊണ്ട് നിർത്തുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി.